എവ്രിവൺ. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് റൂമിലെത്തിയതും കുറച്ച് നേരം ഉറങ്ങി, ഒരു 2 മണിക്കൂർ ഉറങ്ങിയതിന് ശേഷം നമ്മളിപ്പോൾ വീണ്ടും എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി നമ്മൾ വീണ്ടും കറങ്ങാൻ പോവാം. ടെർമിനൽ 21 എന്ന് പറയുന്ന സ്ഥലത്താണ് പോകണമെന്നാണ് പറഞ്ഞത്. എനിക്ക് അറിഞ്ഞൂട, ഇനി ബാക്കിയൊക്കെ കാണാം. നമ്മുടെ റൂം മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തോട്ടായിരുന്നു. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള വഴികളാണ്, 2 സൈഡിലും നിറച്ച് റെസ്റ്റോബാസാണ്. അതുകൊണ്ട് തന്നെ കുറേയും പാട്ട്, ബഹളം, മേളം ഒക്കെയാണ് എപ്പോഴും. അവിടെ കുറേയും യൂറോപ്യൻസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ താമസിച്ചത്. അങ്ങനെ മെയിൻ റോഡിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഈ ഒരു റെൻ്റ് കാർ ടാക്സി പോലുള്ളതിൽ കയറി. ഇതിൽ ലോക്കലായിട്ട് അവിടെ വണ്ടി ഓടുന്നതാണ്. ഓരോ റൗണ്ട് ഇങ്ങനെ ഓരോ ഏരിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. അത് ഫുൾ ഒരു റൗണ്ട് കറങ്ങുന്നതിനാണെങ്കിലും 10 ബാത്ത്, പകുതി വെച്ച് ഇറങ്ങുന്നതിന് 10 ബാത്ത്. അങ്ങനെ നമ്മൾ ഇതിനകത്താണ് കൂടുതലും യാത്ര ചെയ്തത് പട്ടായയിൽ. അങ്ങനെ ഇതിൻ്റെ പേര് റോഡ്സി ഡയാങ് റെഡ് കാർ എന്നാണ് പറയുന്നത്. നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം ടെർമിനൽ 21 പട്ടായ മോളിലാണ്. ഇതൊരു മോളാണ്. കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞാൻ കണ്ടത് യൂണിക്ലോ എന്ന് പറയുന്ന ഒരു ക്ലോത്തിങ് ബ്രാൻഡാണ്. നല്ല രസമാണ് അവിടുത്തെ ഡ്രസ്സൊക്കെ കാണാൻ. ഭയങ്കര മിനിമലായിട്ടുള്ള കളേഴ്സും ഡ്രസ്സിങ് സ്റ്റൈൽസൊക്കെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ്. പിന്നെ ഹൈസാബിക്ക് ആ വെൻഡിങ് മെഷീനിൽ നിന്ന് ഒരു ടോയ് ഹൈസായും കൂടെ എടുത്തു. അതിനകത്തുനിന്ന് കിട്ടിയത് ഹൈസാബിക്ക് ഒരു മത്സ്യകന്യക പോലെ ഉള്ള ഒരു സാധനം, അതൊരു ബോളിനകത്ത് വെച്ചിട്ടൊക്കെയാണ് കിട്ടിയത്. അങ്ങനെ അതുമായിട്ട് ഹൈസാബി ഹാപ്പിയായി, ഷയാസിക്കായും അത് എടുത്തു കൊടുത്തപ്പോൾ ഹാപ്പിയായി. പിന്നെ കുറച്ച് നടന്നപ്പോൾ അവിടെ ഒരു എക്സിബിഷൻ പോലെ ഉണ്ടായിരുന്നു. ഡ്രസ്സുകൾ, കീ ചെയിൻസ്, ടോയ്സ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ ഈ മിനിസോയിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലെ. അങ്ങനെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന്. ഈ ബാഗ് വാങ്ങിച്ചു, പിന്നെ ഒരു കീ ചെയിൻ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടുത്തെ എല്ലാം, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. അധികം പൈസയൊന്നും ഇല്ല, എനിക്ക് അധികം എക്സ്പെൻസീവായിട്ട് മോളിനകത്താണെങ്കിലും തോന്നിയില്ല. പിന്നെ നടന്ന് പോയപ്പോൾ അവിടെ എന്തോ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ബാർബീസും ഇങ്ങനെ ഡോൾസൊക്കെ ആയിട്ട് നിന്ന് ഹൈസാബിയും ഫോട്ടോ എടുത്തു. അവിടെ എല്ലാ പിള്ളേരും കയറി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹൈസാബിക്ക് അവരൊരു പെൻസിലൊക്കെ കൊടുത്തിട്ട് തിരിച്ചു വിട്ടു. അങ്ങനെ ഹൈസാബിയും ഡോളിന് ടാറ്റയൊക്കെ കൊടുത്ത് നമ്മുടെ ഇവിടെ വന്നു. നമ്മൾ അടുത്ത ഫ്ലോറിൽ കയറി. ഈ ഒരു മോളിൻ്റെ പ്രത്യേകത, ഓരോ ഫ്ലോറും ഓരോ രാജ്യം പോലെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. താഴെ നമ്മൾ കണ്ടത് ജപ്പാനാണെങ്കിൽ ജപ്പാനിലെ എല്ലാ രീതിയിലുള്ള ഫുഡാവട്ടെ, ഡ്രസ്സിങ് സ്റ്റൈൽസ്, അവരുപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ. ഇത് നമ്മളിപ്പോൾ വന്നത് വേറെ ഒരു രാജ്യത്തോട്ടാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും ഷാസിക്കയുടെ ഫ്രണ്ടും വന്നു. അപ്പോൾ അവിടെ ചക്ക കണ്ടപ്പോൾ ഹൈസാബിക്ക് ചക്ക വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചക്ക വാങ്ങിച്ചു. പിന്നെ ആ സ്ട്രോബെറി, ഫുഡൊക്കെ സ്പെഷ്യലായിട്ട് കാണുന്നതൊക്കെ എക്സ്പ്ലോർ ചെയ്തു. ഷാസിക്കയുടെ ഫ്രണ്ടും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും കയറി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഒതൻറ്റിക്കായിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഒരു ജാപ്പനീസ് ഹോട്ട് പോട്ട് ഡിഷ് കഴിക്കാൻ വേണ്ടി കയറാമെന്ന്. അവിടെ കയറിയപ്പോൾ ഞാനൊരു പുതിയ സ്റ്റൈൽ ഫുഡാണ് എക്സ്പ്ലോർ ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റാണ്. ഇങ്ങനെയും ഫുഡ് നമുക്ക് കഴിക്കാമല്ലോ എന്നുള്ളൊരു ഐഡിയയും വന്നു. അതായത് നമ്മളിരിക്കുന്നതിൻ്റെ ഓരോത്തിൻ്റെയും ഫ്രണ്ടിൽ ഇങ്ങനെ ബൗൾസ് കാണും. ആ ബൗളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സൂപ്പ് ഇങ്ങനെ ചൂടായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഫ്രണ്ടിലൂടെ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇങ്ങനെ പോവും. അതായത് നൂഡിൽസ്, റൈസ് നൂഡിൽസ് കാണും, അല്ലാതെ ബാക്കി വെജ് നൂഡിൽസ്, അങ്ങനെ പല രീതിയിലുള്ള നൂഡിൽസ്. പിന്നെ വെജിറ്റബിൾസ് തന്നെ പല ഇലകൾ, അവർ കഴിക്കുന്ന കുറേ ഇലകൾ. പിന്നെ തിൻലി സ്ലൈസ്ഡ് ബീഫ്, ചിക്കൻ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മഷ്റൂം, സ്ക്വിഡ്, ഒക്ടോപ്പസ്, എല്ലാ സാധനങ്ങളും. പിന്നെ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ് കാണും. പിന്നെ ഡ്രിങ്ക്സും മുകളിൽ ഇങ്ങനെ അടുക്കി വയ്ക്കും. അപ്പോൾ ഇതിന് ഓരോന്നിനെയും ഇങ്ങനൊരു സ്റ്റിക്കിനകത്തോ അല്ലെങ്കിൽ ക്ലിപ്പിനകത്തോ ആയിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമ്മളെടുത്ത് കുക്ക് ചെയ്യാൻ ഇട്ടിട്ട് ആ സ്റ്റിക്കും ക്ലിപ്പും നമ്മൾക്ക് അടുത്ത് വെച്ചേക്കുന്ന ഒരു കുഞ്ഞ് ഗ്ലാസിൻ്റെ പോലത്തെ സംഭവമുണ്ട്, അതിനകത്ത് ഇടണം. അപ്പോൾ അത് കൗണ്ട് ചെയ്തിട്ടായിരിക്കും ഓരോ കളറ്, ഓരോ സൈസ് അനുസരിച്ചാണ് പ്രൈസ് എല്ലാം നോക്കിയിട്ടാണ് നമുക്ക് ലാസ്റ്റ് ബില്ല് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിച്ചുകൊണ്ടേ ഇരിക്കും. ബില്ല് എന്നാലും അധികം കൂടുതലായിട്ട് എനിക്ക് തോന്നിയില്ല. എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ആണെങ്കിലും മേടിച്ച സാധനങ്ങളുടെ ആണെങ്കിലും എല്ലാത്തിനും നമ്മുടെ നാട്ടിനേക്കാൾ നല്ല ക്വാളിറ്റി ഉണ്ട്. അതുമാത്രമല്ല നല്ല അഫോർഡബിൾ പ്രൈസാണ്. നമുക്ക് ഒന്നും ഇങ്ങനെ സങ്കടപ്പെട്ടായോ അത് പൈസ കൂടുതലാണല്ലോ എന്നോർത്ത് അങ്ങനെയില്ല. എല്ലാം അഫോർഡബിൾ പ്രൈസായിരുന്നു. ഹൈസാബി അവിടുന്ന് കഴിച്ചു, കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചു. പിന്നെ നൂഡിൽസ്, കാടമുട്ട തന്നെ അവളെടുത്ത് കുക്ക് ചെയ്ത് കഴിച്ചു. അവൾ എടുക്കുന്നതെല്ലാം അവൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുകയായിരുന്നു ചെയ്തത്. ഇത് ഷാസ്ക മുന്നും കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ചിക്കനൊക്കെ അതിനകത്ത് ഇടുമ്പോഴേക്കും വേവും, എന്ന് വെച്ചാൽ അത്രയ്ക്ക് നൈസായിട്ടാണ് അവർ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്.
അതാണ് ഷയാസിക്കയുടെ ഫ്രണ്ട്. ഇത് ചൂടോടുകൂടി ആ സൂപ്പിനകത്തിട്ട് ഒരു 2 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും തന്നെ അത് വേവും. അത് വെന്ത് നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോസ് കാണും. ആ സോസിനകത്ത് മുക്കി നമുക്ക് കഴിക്കാം. ഞാൻ അവിടെ ചെന്നതിന് ശേഷമാണ് ഈ ചോപ്സ്റ്റിക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് പോലും. എനിക്കറിയില്ലായിരുന്നു ക്ലിയറായിട്ട്. ആദ്യം 2 കൈയൊക്കെ വെച്ചിട്ടായിരുന്നു, പിന്നെ ഓരോന്നും ഇങ്ങനെ നോക്കി തന്നെ പഠിച്ചതാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ലോണം എൻജോയ് ചെയ്തിട്ട് ഷയാസിക്ക ആണെങ്കിൽ ഓരോന്നും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് തന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഈ നൂഡിൽസ് പോലത്തെ മഷ്റൂംസൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. നമുക്കിഷ്ടമുള്ള രീതിയിൽ നമുക്ക് സോസസും അതിൻ്റെ സൂപ്പും ഒക്കെ ആക്കിയെടുക്കാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയത് നമ്മളിങ്ങനെ ഒരു സ്ഥലം കണ്ടു. അവിടെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോ എടുത്തു. പിന്നെയാണ് നമ്മൾ മേടിക്കാൻ പോയത് ചീസ് കേക്ക്. ഇത് നല്ല ജെല്ലി ആയിട്ടിരിക്കുന്ന ഒരു ജപ്പാൻ ചീസ് കേക്ക്. നല്ല ടേസ്റ്റാണ്. തൊടുന്നതും ഇങ്ങനെ പതുങ്ങിപ്പോവും. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് ബ്ലും എന്നാവുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. അതൊരെണ്ണം വാങ്ങിച്ചു. റൂമിൽ പോയി കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഹൈസാബ് ഇങ്ങനെ കാർട്ടൂൺ ക്യാരക്ടേഴ്സൊക്കെ സെറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ കണ്ടു. സീബ്ര ഉണ്ടായിരുന്നു, അതിനകത്ത് കുറേ പേരറിയാൻ വയ്യാത്ത സാധനങ്ങളൊക്കെ. അതിൻ്റെയൊക്കെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞ മുകളിലെ നടുക്കുള്ള ഒരു വലിയ ഈഫിൽ ടവർ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അങ്ങനെ നമ്മൾ പിന്നെ അടുത്ത് പോയത് ലണ്ടനിലോട്ടാണ്. ലണ്ടനിൽ പോയതും ഈ ലണ്ടനിലുള്ള ടെലിഫോൺ ബൂത്തൊക്കെ കണ്ടു. അവിടെ കയറിയൊക്കെ നിന്ന് കുറച്ച് നേരം കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും താഴോട്ട് പോയി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പയ്യെ ഇറങ്ങി. ഫ്രണ്ടിൻ്റെ വഴിക്ക് പോയി നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി. അങ്ങനെ ഐസാബിക്ക് കുറച്ച് ദൂരം നടക്കാൻ കൂടുതലുള്ളതുകൊണ്ട് അവിടെ കാലൊക്കെ വേനിക്കുന്നതെന്ന് പറഞ്ഞ് ഷയാസിക്കായോ ഞാനോ മാറിയും തിരിഞ്ഞായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. നമ്മൾ തിരിച്ച് റൂമിലോട്ട് നടന്നുപോയി. പല രാജ്യത്തു നിന്ന് എന്തോരം ആൾക്കാരാണ് വരുന്നത്, എന്നാലും ആ സിറ്റി എന്ത് ക്ലീനാണെന്നറിയോ. അതുമാത്രമല്ല ആരും നമ്മളെ എന്ത് ചെയ്താലും സ്റ്റെയർ ചെയ്ത് നോക്കാനോ ഒന്നും ആളില്ല. അതുകൊണ്ട് എത്ര രാത്രി ആയാലും ഒറ്റയ്ക്ക് നമുക്ക് റോഡിൽ കൂടെ നടന്നു പോയാൽ ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ബാങ്കോക്ക് വിശേഷമായിട്ട് കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.